ഒരു രാത്രിയിൽ ഒരു കള്ളൻ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് എളുപ്പത്തിൽ അകത്തു കയറി. വീടിനുള്ളിൽ കയറിയപ്പോൾ മോഷ്ടിക്കാൻ തക്കതായി ഒന്നും കാണാത്തതിൽ കള്ളൻ നിരാശനായി. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. താൻ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ ഞെട്ടലിൻ്റെയോ ഭയത്തിൻ്റെയോ ലക്ഷണങ്ങൾ കാണിക്കാതെ സലാം ചൊല്ലിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ സഹോദര, അള്ളാഹു നിങ്ങളോട് ക്ഷമിക്കട്ടെ. നീ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചു, എടുക്കാൻ യോഗ്യമായി ഒന്നും കണ്ടെത്തിയില്ല. എന്നിട്ടും എന്തെങ്കിലും പ്രയോജനം എടുക്കാതെ നീ പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മറ്റൊരു മുറിയിൽ പോയി ഒരു കുടം നിറയെ വെള്ളവുമായി തിരിച്ചു വന്നു. കള്ളൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. കാരണം നീ അങ്ങനെ ചെയ്താൽ നീ ആദ്യം അന്വേഷിച്ചതിനേക്കാൾ വലിയൊരു നിധി എൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് ലഭിക്കും. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ പെരുമാറ്റത്തിലും വാക്കുകളിലും വിനയാന്വിതനായ കള്ളൻ വുളു ചെയ്ത് 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചു. ശേഷം അദ്ദേഹത്തോട് ആ കള്ളൻ ചോദിച്ചു, ഓ മാലിക് തങ്ങളെ, കുറച്ചു നേരം ഞാൻ ഇവിടെ താമസിച്ചാൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? കാരണം എനിക്ക് 2 റക്അത്ത് കൂടി നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എത്ര സമയം നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം നിസ്കരിക്കുക. കള്ളൻ രാത്രി മുഴുവൻ മഹാനവറുകളുടെ വീട്ടിൽ ചെലവഴിച്ചു. രാവിലെ വരെ അവിടെ പ്രാർത്ഥന തുടർന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആ കള്ളനോട് പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സുഖമായി ജീവിക്കുക. എന്നാൽ ആ കള്ളൻ പോകുന്നതിന് പകരം, ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം താമസിച്ചാൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ അങ്ങയോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം താമസിക്കുക. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി. ഒടുവിൽ കള്ളൻ നിരവധി ദിവസം അവിടെ താമസിച്ചു. എല്ലാ രാത്രിയുടെയും അവസാന സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയും പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു. ഒടുവിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ആ കള്ളൻ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ മാലിക് തങ്ങളെ, എൻ്റെ പാപങ്ങൾക്കും എൻ്റെ മുൻകാല ജീവിത രീതിക്കും പശ്ചാത്തപിക്കാൻ ഞാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. മഹാനവറുകൾ മറുപടി നൽകി, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആ മനുഷ്യൻ തൻ്റെ വഴികൾ തിരുത്തി അള്ളാഹുവിനോടുള്ള നീതിയും അനുസരണത്തിൻ്റെയും ജീവിതം നയിക്കാൻ തുടങ്ങി.